കുറച്ച് കിച്ചന്റെ ഡിസൈനിങ് ആണ് കേട്ടോ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായി ചെയ്തിട്ടുള്ള ഒരു ഷോ കിച്ചൺ ആണ് കേട്ടോ. നമ്മൾ ഹോളിലേക്ക് കയറി വരുമ്പോൾ ഏതൊരാൾക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന തരത്തിൽ 331-298 സൈസിലാണ് കേട്ടോ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ വരുന്നുണ്ട്. അതിന് താഴെ ആയിട്ട് നമ്മുടെ വുഡൻ ലുവേഴ്സ് വെച്ചിട്ടും അതുപോലെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് ഒക്കെ വന്നിട്ട് അതിനുള്ളിലായിട്ട് നല്ല അടിപൊളി ഡെക്കേഴ്സും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലൈറ്റ്സും കൂടാതെ ഈ ഒരു മെയിൻ പാനലിംഗിൽ ഒരു വുഡൻ പാനലിംഗ് കൊടുത്തിട്ട് അതിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന 3 ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണ് മൊത്തത്തിൽ വുഡ് വൈറ്റ് ഒരു ഇൻഡിഗോ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു യൂണിറ്റ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ആ ഒരു ഭാഗത്തിന്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ വോളിലും ഇതുപോലെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിലായിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ഓരോ ഐറ്റംസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് തന്നെയാണ് ഗ്യാസ് സ്റ്റവും വന്നിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസിന്റെ ആ ഒരു ഭംഗിയൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അത്രയും ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ റാക്കിന്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ കൊടുത്ത് നല്ല വൃത്തിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലൂ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ശരിക്കും അവിടുന്ന് കാണാൻ അത്രയും മനോഹരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റാക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് നോക്കിയാൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് മിനി വിൻഡോസ് ആണ് കേട്ടോ വരുന്നത്. ആ ഒരു ബോള് മൊത്തത്തിൽ വരുന്നുണ്ട്. അവിടെ ആയിട്ട് കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വരികയാണെങ്കിലും ഇതാ ഒത്തിരി സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വുഡൻ ഫ്രെയിമും കൂടാതെ നടുക്കായിട്ട് വന്നിട്ടുള്ള ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഇല്ലേ, അതിന്റെ ആ ഒരു ഭംഗി നോക്കി നിങ്ങള്. ഇവിടെ സീലിങ്ങിനായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ വുഡൻ ഫ്രെയിം പോയിട്ട് അതിന് നടുക്കായിട്ട് പ്രൊഫൈൽ ആയിട്ടൊക്കെ കൊടുത്തിട്ട് ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളതും. ഇതൊരു ഷോ കിച്ചൺ അല്ലേ. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് കേട്ടോ. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ 379-173 സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഒത്തിരി മനോഹരമായി ഡിസൈൻ ചെയ്തൊരു വീടിന്റെ കിച്ചൺ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത്. വീടിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വന്നിട്ട് അടിപൊളിയാണ്. വീടിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ സൈസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം പ്ലാൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈസോ കാര്യമോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ കിച്ചണിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് അടുപ്പൊക്കെ വരുന്നുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് തന്നെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷോക്കേസും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നീളത്തിൽ ഇതാ ഒരു റാക്ക് വരുന്നുണ്ട്. ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ്. ഇവിടെയും നല്ല വൃത്തിക്ക് തന്നെ വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റാക്കിന് താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ കളർ തീമിലാണ് കേട്ടോ ഇവിടെ കബോർഡ്സ് വന്നിട്ടുള്ളത്. കൂടാതെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ റെയിലിംഗ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സെപ്പറേറ്റ് ഒരു സ്റ്റോർ റൂമിന്റെ ആവശ്യമില്ല കേട്ടോ. അത്രക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമന്റിൽ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ഫുൾ വീഡിയോന്റെ ലിങ്ക് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കിച്ചൺ കാണില്ലേ. രണ്ടാമത്തെ നമ്മുടെ കിച്ചൺ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ. 365-315 സൈസിൽ വരുന്ന നമ്മുടെ ഈ കിച്ചണിൽ ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ റാക്ക് വരുന്നുണ്ട് കേട്ടോ. റാക്കിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കൊന്നും കംപ്ലീറ്റ് അല്ല. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സിങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ആ ഒരു ഭാഗത്ത് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോയിലായിട്ടാണ് കേട്ടോ പാത്ര സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് തന്നെ വോളിൽ ഇതാ ഒരു വാട്ടർ പ്യൂരിഫയർ കൂടി കൊടുത്തിട്ടുണ്ട്. 17 ലക്ഷം രൂപക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു വീടിന്റെ കിച്ചൺ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫുൾ വീഡിയോ വേണമെന്നുള്ളവരും ഒന്ന് കമന്റിൽ ചോദിക്കേ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫ്രിഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്കിലായിട്ട് ഒരു ഓപ്പൺ ഷോക്കേസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലാണ്. ഇവിടെ മുകളിലായിട്ടും ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ കൊടുത്ത ആ ഒരു ടൈലിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ വോളിലായിട്ട് ഇതാ ഇതുപോലെ ഒരു 4 ഡോർ വരുന്ന കബോർഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പറയാ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ കിച്ചൺ നോക്കിയല്ലേ.
നമ്മുടെ ഈ മൂന്നാമത്തെ കിച്ചണിലെ ഒത്തിരി മനോഹരമായി ഡിസൈൻ ചെയ്ത് സ്ലോ പ്രൂഫ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു വീടിന്റെ കിച്ചൺ ആണ് കേട്ടോ. വീടിന്റെ കിച്ചണ് മാത്രമല്ല മറ്റു ഭാഗങ്ങളൊക്കെ അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കിച്ചൺ നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ റാക്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നാനോ വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ബ്ലാക്ക് കളറിൽ സിങ്കും വന്നിട്ടുണ്ട്. ആ ഒരു കളർ കോംബോ ഒക്കെ അടിപൊളിയായില്ലേ. ഇനിയിപ്പോ അവിടെ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ മിനി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട കിച്ചണിന്റെ ആ ഒരു സെയിം ഡിസൈനിലാണ് കേട്ടോ ഇവിടെ ഫ്രിഡ്ജിന്റെ സെറ്റിംഗ്സും വന്നിട്ടുള്ളത്. റാക്കിന്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഓവൻ സ്പേസും കൂടാതെ ഒത്തിരി ക്യാബിൻസും ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വരാണെങ്കിൽ ഇവിടെ ആ ഒരു സ്റ്റോറേജിന്റെ കൂടെ ഓപ്പൺ സ്റ്റോറേജും വന്നിട്ട് അതിനുള്ളിലൊക്കെ പ്രൊഫൈൽ ലൈറ്റും നല്ല ഭംഗിയിൽ വരുന്ന ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തപ്പോൾ ഒത്തിരി ഭംഗിയായിട്ടില്ലേ? അത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കിച്ചണിന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. മൂന്നാമത്തെ കിച്ചൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് ഫുൾ വീഡിയോന്റെ ലിങ്ക് അയച്ചു തരാവേ. ഇതട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഇതാ സെപ്പറേറ്റ് ഇതുപോലെ ഒരു യൂണിറ്റ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ടില്ലേ അത്? ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വുഡിന്റെ 3 സീറ്റർ ചെയർ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3 സീറ്ററിന്റെ ആ ഒരു ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വിൻഡോ വരുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ആ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണുന്നതില്ലേ, അത് ഇവിടുത്തെ കോട്ടിയാടാണ് കേട്ടോ. ഒത്തിരി ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തൊരു കോട്ടിയാട് തന്നെയാണ് കേട്ടോ അത്. അപ്പൊ ഈ വീടിന്റെ ഡീറ്റെയിലും വീഡിയോ മസ്റ്റ് വാച്ച് തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടോക്കണേ. നമ്മുടെ ഈ കിച്ചണിന് ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഇതാ ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ സീലിംഗ് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ കിച്ചണിൽ നിന്ന് ഇതാ ഡോർ കൊടുത്തിട്ട് പുറത്തേക്ക് ഒരു മെയിൻ കിച്ചൺ വരുന്നുണ്ട്. ഈ കിച്ചൺ ഒരു ഷോ കിച്ചൺ കൺസെപ്റ്റിലല്ലേ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇനി നമ്മളിത് ഇനി കാണാൻ പോകുന്ന ഇവിടുത്തെ മെയിൻ കിച്ചണും അതേപോലെ തന്നെ അത്രയും ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിന്റെ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ അതേ മാറ്റ് ഫിനിഷിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ കിച്ചണിൽ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു ഭാഗത്തിന് നമ്മൾ വോളിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ അതാ കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയും പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 3 ചെയേഴ്സ് വരുന്നുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ആ ഒരു വ്യൂ ഇല്ലേ, ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ വരുന്നുണ്ട്. അതിൽ നിന്നുള്ള ആ ഒരു വ്യൂ വന്നിട്ട് നമ്മുടെ കോട്ടിയാടിൻ്റെ തന്നെയാണ് കേട്ടോ. അവിടെ മുകളിലെ റൂഫൊക്കെ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. സോ മഴ ഒക്കെ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കേ. നമ്മുടെ കിച്ചണിന്റെ മൊത്തത്തിലുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ട് കിടിലൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടൊക്കെയാണ് ഇനി ഗ്യാസ് സ്റ്റവും അതുപോലെ തന്നെ വേറെയും സിങ്കും കാര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്രയും സൗകര്യത്തിലാണ് നമ്മുടെ ഈ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഗ്യാസ് സ്റ്റവ് ഈ ഭാഗത്തിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ മിനി വിൻഡോസ് ആണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു വിൻഡോന്റെ ഭാഗത്തായിട്ട് തന്നെ വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ ചിമ്മിണി ഇതേ മുകളിലായിട്ട് വരുന്നുണ്ട്. മുകളിൽ അത് കൂടാതെ ഒത്തിരി സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ ക്യാബിൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലും ആ ഒരു കബോർഡ്സിലൊക്കെ ആയിട്ടും ഇതുപോലെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണല്ലോ സിങ്ക് ഒക്കെ വരുന്നത്. അവിടെ നല്ല സ്പേസ് കൊടുത്തിട്ട് നല്ല വൃത്തിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിങ്കിന് മുകളിലായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിക്ക് നോർമലി നമ്മൾ കാണുന്ന സ്റ്റാൻഡിന് പകരം ഇതുപോലെ നമ്മളൊരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് അതിലായിട്ടാണ് കേട്ടോ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ആ ഒരു ഭാഗത്തും വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇനി ഇവിടെ താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഒത്തിരി സ്റ്റോറേജ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സെപ്പറേറ്റ് സ്റ്റോർ റൂം വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി 2 കിച്ചണിലായിട്ടും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റോർ റൂമിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റോർ റൂം വരുന്നത്. അതിന് മുകളിലായിട്ട് നോക്കി അവിടെ കൂടി ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്റ്റോർ റൂം നോക്കുകയാണെങ്കിൽ വലിയ സ്റ്റോർ റൂം ഒന്നല്ല കേട്ടോ. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അല്ലാതെ തന്നെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ നമ്മുടെ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഡോറാണിത്. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയും അതുപോലെ തന്നെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒക്കെ വന്നിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ സീലിങ്ങിലായിട്ട് ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിനെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചൺ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് 4ാമത്തെ കിച്ചണാണ് കേട്ടോ. ഈ കിച്ചൺ വന്നിട്ടും ഒത്തിരി മനോഹരമായ രീതിയിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത, ശരിക്കും പറഞ്ഞാൽ ഇന്റീരിയർ വിസ്മയം തീർത്ത ഒരു വീട്ടിലെ കിച്ചൺ ആണ് കേട്ടോ ഇത്.
300-320 സൈസിൽ നല്ല ഭംഗിയിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഈ കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ ആദ്യം കാണുന്നത് ഇവിടുത്തെ ഈ ക്രോക്കറി യൂണിറ്റ് ആണ് കേട്ടോ. നമ്മളൊരു കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ അത്രയും ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ട് അതിൽ ഓർഗനൈസ് ചെയ്യുന്ന ഓരോരോ ഐറ്റംസ് ഉണ്ടാവില്ലേ, അത് അത്രയും ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ അത് കിച്ചണിന്റെ മൊത്തത്തിലുള്ള ആ ലുക്കിനെ ബാധിക്കും. അപ്പോൾ അതൊന്നും വരാത്ത രീതിയിൽ അത്രയും ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ഓരോ ഐറ്റംസും ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വൈറ്റിഷ് തീമിലാണ് കേട്ടോ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ എൽ ഷേപ്പിൽ തന്നെ റാക്ക് കൊടുത്തിട്ടുണ്ട്. റാക്കിലായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാഷ് ബേസിനും വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. വിൻഡോയിലായിട്ട് കർട്ടൻ വരുന്നുണ്ട്. കൂടാതെ 2 സൈഡിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഓവൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ ആ ഒരു സെയിം വൈറ്റ് കളറിൽ തന്നെ നല്ല ഭംഗിയിലാണ് കേട്ടോ ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റാക്കിന്റെ താഴെ മാത്രമല്ല കേട്ടോ, മുകളിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെയാണ് ക്യാബിൻസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് 2 ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട്. ഒരു വുഡൻ തീമിലാണ് വന്നിട്ടുള്ളത്. അതിന് വെച്ച് ആ ഒരു ഐറ്റംസിനൊക്കെ കീപ്പ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് കാണുന്ന വോളില്ലേ, ആ വോളിലായിട്ടും ഇതുപോലെ ഒരു വുഡൻ ഗ്ലാസ് തീമിൽ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ടും നല്ല ഭംഗിയിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ആണ് കേട്ടോ കീപ്പ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ വൈറ്റ് കളറിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ സീലിംഗ് സിമ്പിൾ ആയിട്ട് LED ലൈറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിൽ കാണുമ്പോൾ. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. 410-250 സൈസിൽ നല്ല സൗകര്യത്തിൽ ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ C ടൈപ്പിൽ തന്നെ റാക്ക് വരുന്നുണ്ട്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. റാക്കിന് താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ റാക്കിലായിട്ട് തന്നെ ഗ്യാസ് സ്റ്റൗവും, കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ അത്യാവശ്യം വലിയൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. സിങ്കിനോട് ചേർന്ന് തന്നെ പാത്ര സ്റ്റാൻഡ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടും അല്ലാതെയും സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ കിച്ചണിലേക്ക് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒക്കെ ആയിട്ട് ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ റെയിലിങ്ങും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ ഇത്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ ആയിട്ടാണ് അടുപ്പിന്റെ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. താഴ്ഭാഗത്തായിട്ട് നമുക്ക് വിറകൊക്കെ വെക്കാവുന്ന രീതിക്ക് ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ചിമ്മിണിയും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ കിച്ചണിലായിട്ടും സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് ഇതുപോലെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്റ്റോറേജ് കൂടാതെ ഇവിടെയും ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് കേട്ടാ. 147-154 സൈസിൽ വരുന്ന ഈ സ്റ്റോർ റൂമും അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മനോഹരമായും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഈ 4 കിച്ചണിന്റെയും ഡീറ്റെയിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. ഞങ്ങൾ കമന്റിൽ ഫുൾ വീഡിയോന്റെ ലിങ്ക് അയക്കാട്ടോ. കൂടാതെ ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് 20 ലക്ഷം രൂപക്ക് താഴെയായിട്ട് ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഒന്ന് കയറി കണ്ടോക്കണേ. ഒപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.